ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്ന് വോയിസ് ഓവർ കൊടുക്കാതെ ഒരു ഓൺ വോയിസിലാണ് വീഡിയോ ചെയ്യുന്നത്. ശരിക്കും എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് വോയിസ് ഓവർ കൊടുക്കുന്നതിനേക്കാളും, മീൻസ് ആദ്യം വീഡിയോ എടുത്തിട്ട് പിന്നെ അതിന് വോയിസ് ഓവർ കൊടുക്കുന്നതിനേക്കാളും എനിക്ക് കുറച്ചും കൂടെ ബെറ്ററായി തോന്നിയത് വീഡിയോ എടുത്തു പോകുമ്പോൾ തന്നെ വോയിസ് ഓവർ കൊടുത്തു പോകാനാണ്. പക്ഷേ എല്ലാപ്പോഴും നമുക്കങ്ങനെ പറ്റില്ല. എനിക്ക് എൻ്റെ വീഡിയോസിൽ പിന്നെയും ബെറ്ററായി തോന്നുന്നത് വീഡിയോ എടുക്കുമ്പോൾ തന്നെ വോയിസ് ഓവർ കൊടുത്ത് പോകുന്ന വീഡിയോസാണ്. ബാക്കിയുള്ളതൊക്കെ എനിക്ക് അപ്പം പറയാനുള്ളത് അപ്പം പറയുന്നത്. വൈകുന്നേരം ഞാനിങ്ങനെ കഥ പോലെ വായിച്ചിട്ട് ഞാൻ അവിടെ നടന്നു, ഇവിടെ നിന്ന് പോയി ഭക്ഷണം കഴിക്കുകയാണ് ഗായ്സ് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തന്നെ ഭയങ്കര ആർട്ടിഫിഷ്യലായി തോന്നുന്നുണ്ട്. പക്ഷേ എന്താ ചെയ്യുക, വേറെ റോട്ടിലൊക്കെ നിൽക്കുമ്പോൾ ഞാൻ ഇവിടെ റോട്ടിലാണ് ഗായ്സ് എന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുക്കാൻ അങ്ങനെ വീഡിയോ എടുക്കാനുള്ളൊരു കോൺഫിഡൻസും ഇല്ല. അപ്പോൾ കളിയാണ് ഗായ്സ്, ട്രൈപോഡൊന്നുമില്ല. അപ്പോൾ ഞാൻ ഫോണിൽ ഇങ്ങനെ ചുമരിൽ ചാരി വെച്ചിട്ട് നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കണം. നിങ്ങൾക്ക് കാണുമ്പോൾ കുറച്ച് പ്രൊഫഷണലായിട്ട് ട്രൈപോഡിലൊക്കെ എടുക്കുന്ന പോലെ തോന്നുമെങ്കിലും ട്രൈപോഡൊന്നുമില്ല. ഞാൻ ഫോൺ കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വിചാരിക്കും ഇങ്ങനെ ട്രൈപോഡ് ഇല്ലാതെ ഇങ്ങനെ ഫോൺ വെച്ച് നിൽക്കുന്നതുകൊണ്ട് ആരെങ്കിലും പറഞ്ഞു ഇങ്ങനെ നിൽക്കായിരുന്നു. പക്ഷേ ഒരു ട്രൈപോഡ് ഓർഡർ ചെയ്താൽ പോലെയായിരുന്നു. ഞാൻ ട്രൈപോഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് ഗൈസ്. ഞാൻ വെയിറ്റിംഗ് ആണ് അത് വരാൻ വേണ്ടി. ഈ വീക്കോ നെക്സ്റ്റ് വീക്കോ ആയിട്ട് വരും. അപ്പോൾ അത് വന്നാൽ നമുക്ക് ട്രൈപോഡിൽ വീഡിയോ എടുക്കാം. അപ്പോൾ ട്രൈപോഡ് വന്നാൽ നമുക്ക് ഒരുമിച്ച് അൺബോക്സ് ചെയ്യാം. ഞാൻ പറഞ്ഞത് ഞാൻ ആ വീഡിയോ ഒക്കെ ഇടുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ലാതെയൊക്കെയാണ് ഞാൻ വീഡിയോ ഇട്ടത്. അപ്പോൾ എനിക്ക് ഇപ്പോൾ ചെറിയ കോൺഫിഡൻസ് ഒക്കെ വരാൻ തുടങ്ങി. അത് മാത്രമല്ല, ഇപ്പോൾ അത്യാവശ്യം ഷോർട്സിനൊക്കെ എനിക്ക് വ്യൂസ് അത്യാവശ്യം ആദ്യത്തെ ദിവസമൊക്കെ 2, 3, 7 അങ്ങനെയൊക്കെയാണ് കേൾക്കൊണ്ടിരുന്നത്. അതേപോലെ ലോങ് വീഡിയോസിനും. അപ്പം നിങ്ങൾ വിചാരിക്കും ഭയങ്കരമായിട്ട് എന്തോ കൂടിയിട്ടാണ് ഞാനിങ്ങനെ വന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. കാരണം ലോങ് വീഡിയോസിന് 50 വ്യൂസൊക്കെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കും 500, 1000 വ്യൂസൊക്കെ ആയിട്ടാണ് ഈ കുട്ടി എന്നോട് പറയുന്നത്. അങ്ങനെയൊന്നുമല്ല ഗൈസ്. 50 വ്യൂസും അങ്ങനെയൊക്കെ ആയിട്ടുള്ളൂ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ കാര്യമാണ്. കാരണം ആദ്യം 1, 2 വ്യൂസിന് ഇപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ 50 ആയല്ലോ. അതുപോലെ ഷോർട്സ് വീഡിയോ, എല്ലാ ഷോർട്സ് വീഡിയോ അല്ല, ചില ഷോർട്സ് വീഡിയോ 500 മേലെയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അത് എനിക്കൊരു വലിയ ഹോപ്പാണ്. കാരണം അതുപോലെ 7 സബ്സ്ക്രൈബേഴ്സാണ് എനിക്കുണ്ടായിരുന്നത്. അതും ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും ആ 7 സബ്സ്ക്രൈബേഴ്സ് ഞാൻ എൻ്റെ ഫാമിലിയും എൻ്റെ ഫ്രണ്ട്സിനെയും സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഞാൻ കുറേ പേർക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ടാണ് ചെയ്തിരിക്കുന്നത്. എന്നാൽ പോലും എനിക്കിപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ ഒരു 40 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. പക്ഷേ എനിക്ക് അതന്നെ ഒരു വലിയ ഹോപ്പാണ്. അപ്പോൾ ഇനിയും വീഡിയോ ഇടാം, അങ്ങനെ ഒരു ഹോപ്പായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഇപ്പോഴും അന്നത്തെ പോലെ 7 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളൂ. അതേപോലെ 2, 3 വയസ്സാണെങ്കിൽ എനിക്ക് ഞാൻ വീഡിയോ ഇങ്ങനെ ഇട്ട് പോകുമെങ്കിലും എനിക്ക് എൻ്റെ മനസ്സിൽ അയ്യോ ഇത്രയേ ഉള്ളൂ, അപ്പോൾ വീഡിയോ ഒന്നും ഇട്ടിട്ട് കാര്യമില്ല അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടാകും. പക്ഷേ ഇതെനിക്ക് കുറച്ച് ഒരു വലിയ ഹോപ്പാണ് തരുന്നത്. ഞാനങ്ങനെ കാണുന്നത്.